അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. വേണ്ട, നല്ല സോഫ്റ്റാണ്. കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വെക്കേഷനൊക്കെ ആയല്ലോ, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സ്പെഷ്യൽ ഡിഷ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റേതായ സ്റ്റൈലിലൊരു ബോണ്ട ഉണ്ടാക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണത്. അപ്പോൾ നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ തേങ്ങാക്കൊത്തുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആവുന്നു. ഞാനപ്പം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന എള്ളും കറുത്ത മുന്തിരിങ്ങയും, അത് 2 സ്പൂൺ കാണും, രണ്ടും കൂടെ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ, ഈ അരമുറി തേങ്ങയ്ക്കകത്ത് ജീരകം പിന്നെ ഏലക്കായൂടെ ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാവിനകത്തോട്ട് ചേർക്കാം. ഇനി നമുക്ക് ബോണ്ടയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അരിച്ചു വെച്ചേക്കുന്ന 1/2 കിലോ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പാത്രത്തിലോട്ടിട്ടു. ഇതിലേക്ക് ഞാൻ 250 ഗ്രാം പൊടി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറുത്ത ശർക്കര ഉണ്ടെങ്കിലും മതി. ഞാൻ ഇതേ ഉള്ളായിരുന്നോണ്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ മിക്സിയിൽ നുറുക്കിയെടുത്തപ്പോൾ കിട്ടിയ വെള്ളമാണിത്. നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഉഴുന്നുവട പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. മാവ് കുഴച്ച് വെച്ചു. കൂട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്കൊരു 4 പാളയംകോടൻ പഴം മിക്സിയിൽ അരച്ച് ഇതിലേക്ക് ചേർക്കണം. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതെല്ലാം മിക്സ് ചെയ്തു. ഇനി ഒരു 4 മണിക്കൂർ മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കണം. നമ്മുടെ മാവ് പാകമായിട്ടുണ്ട്. ഞാനിത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണയും വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ മാവ് നമുക്കതിലോട്ടിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഞാൻ വെള്ളത്തിലേക്ക് കൈ മുക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇതൊന്ന് വേവണം. തിരിച്ചും മറിച്ച് വിട്ട് ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നമുക്കിനി ഇതിന് കോരിയെടുക്കാം. എണ്ണയൊന്ന് തോത്തി പ്ലേറ്റിലോട്ട് മാറ്റാം.
നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. വേണ്ട, നല്ല സോഫ്റ്റാണ്. ഉണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും കഴിക്കാൻ വാ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.